സന്യാസിമാർ ആത്മാവ് മാത്രമായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ശനിയുടെ ഈശ്വരനാണ് അയ്യപ്പൻ. ശനി ദോഷമാണെന്ന് ചിന്തിക്കുന്നതാണ് ദോഷം. അതെ, എല്ലാ ശനിയും ദോഷമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജ്യോതിഷന്മാരാണെന്ന് തോന്നുന്നു ഇത്രത്തോളം ആളുകളെ ഭയപ്പെടുത്തുന്നത് ശനിയുടെ പേര്. ഒരുപാട് പേര് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നില്ല? സ്വാമി, സന്യാസിയെ ശനി ബാധിക്കുമോ? കാരണം പലപ്പോഴും ആളുകൾക്കുള്ള സംശയമാണ്, ഈ ശനിദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലെങ്കിൽ ആ ശനിയാണെന്നൊരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ശനിദശ കാലമാണ്, അല്ലെങ്കിൽ കണ്ടക ശനിയാണ്, അല്ലെങ്കിൽ വ്യാഴദോഷമാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ജ്യോതിഷന്മാരുണ്ട്. അത് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സന്യാസിമാർക്ക് ഈ ശനിദോഷം അല്ലെങ്കിൽ വ്യാഴദോഷം അങ്ങനെ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ വരുമോ? കാരണം ശനി നമ്മുടെ ശിവനെ പോലും അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പോലും പിടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കഥകൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ സന്യാസിമാർക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? സന്യാസിമാർ ആത്മാവ് മാത്രമായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ശരീരത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ശരീരമുള്ള കാലത്തോളം തൻ്റെ പൂർവജന്മ കർമ്മങ്ങൾ, അതായത് സന്യാസത്തിന് മുൻപുള്ള കർമ്മങ്ങളുടെ ഫലം, അതൊരിക്കലും ഒരു സന്യാസിക്ക് മാറ്റാൻ കഴിയില്ല. ആ കർമ്മങ്ങളുടെ ഫലം, പൂർവജന്മങ്ങളുടെ ഫലം, ഇതെല്ലാം ഒരു സന്യാസി അനുഭവിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ ഹൃദയത്തിന്, ഹാർട്ടിന് പ്രശ്നമുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുണ്ട്, കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ട്, ശരീരത്തിലെ പല അവയവങ്ങളിലും ഫംഗസുകൾ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം വരെ ഹോസ്പിറ്റലായിരുന്നു. അത് പലരും ചോദിക്കും, സ്വാമി ഇത്ര വലിയ പ്രാർത്ഥനയും ജപവുമായിട്ട് നടന്നിട്ടും സ്വാമിയുടെ ഈ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ തന്നെ ചാനൽ യൂട്യൂബിൽ പലരും ചോദിക്കുന്നുണ്ട്, തടി കണ്ടാലറിയാം തീറ്റ കൂടുതലാണെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ എല്ലാ മനുഷ്യൻ്റെ ശരീരത്തിലും ശനി ബാധിക്കും. എല്ലാവരിലും അതുണ്ടാവും. കർമ്മഫലം നമുക്ക് തരുന്നത് ശനിയാണ്. ഓരോ ഗ്രഹങ്ങളും നമ്മളെ ബാധിച്ചിരിക്കും. ശനി മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും നമ്മൾക്ക് ബാധകമാണ്. അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. കാരണം പഴയ മനുഷ്യൻ പോയി, പുതിയ മനുഷ്യനായി, തർപ്പണം ചെയ്ത് നമ്മൾ പുതിയതായി. പിന്നെ ഇനി ജാതകത്തിൻ്റെയോ ജ്യോതിഷത്തിൻ്റെയോ ഒരാവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ ആ പഴയ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. അത് തീർക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പിന്നെ ശനി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശനീശ്വരനായി കാണുന്നത് അയ്യപ്പസ്വാമീനെയാണ്. അയ്യപ്പസ്വാമി സന്യാസിയാണ്. അതെ, ശനിയുടെ ഈശ്വരനാണ് അയ്യപ്പൻ. അതിൻ്റെ കാരകനാണ്. അപ്പോൾ ശനീശ്വരനായ അയ്യപ്പ സ്വാമി ഉള്ളപ്പോൾ, അദ്ദേഹം സന്യാസരൂപനായിട്ടിരിക്കുമ്പോൾ ശനി നമ്മളെ ബാധിക്കില്ലേ? ശനി ദോഷമാണെന്ന് ചിന്തിക്കുന്നതാണ് ദോഷം. ശനി ദോഷമാണെന്ന് ചിന്തിക്കുന്നതാണ് ദോഷം. അതെ, എല്ലാ ശനിയും ദോഷമല്ല. ശനിയിൽ വന്നിരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യം, ചില കൂറുകൾ, അങ്ങനെയുള്ളതാണ് നമുക്ക് ചിലപ്പോൾ പ്രശ്നമായി വരുന്നത്. അതേ സമയത്ത് ശനി ഏറ്റവും നല്ലതാണ്. ഒരു വിവാഹം നടക്കണമെങ്കിൽ, നല്ല ജ്യോത്സ്യന്മാർ പറയും, വിവാഹം നടക്കണമെങ്കിൽ ശനിയുള്ള സമയത്താണ് നടത്താൻ പാടുള്ളൂ. എന്തുകൊണ്ടായിരിക്കും? അത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സമയമാണ് ശനി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്ന, തീരാൻ പോകുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ് ശനി എന്നാണ് പറയുന്നത്. ശനിയെ ഭയപ്പെടുത്തുന്നവരാണ് കൂടുതൽ. അതാണ് ഏറ്റവും പ്രശ്നം. ശനി ഒരിക്കലും ദോഷകാരകനല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജ്യോതിഷന്മാരാണെന്ന് തോന്നുന്നു ഇത്രത്തോളം ആളുകളെ ഭയപ്പെടുത്തുന്നത് ശനിയുടെ പേര് പറഞ്ഞ്. ജ്യോതിഷന്മാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരുപാട് പേര് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്.
അത് മാത്രമല്ല, സാധാരണപ്പെട്ട ഇത് നോക്കാൻ ചെല്ലുന്ന ജനങ്ങളുടെ മനസ്സിലും ഭീതിയോടെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾക്ക് ശനി ഉണ്ടല്ലോ, അല്ലെങ്കിൽ 7-ൽ ശനി ഉണ്ടല്ലോ, 8-ൽ ശനി ഉണ്ടല്ലോ, ശനിയോ, എൻ്റെ ജീവിതം തീർന്ന്, ശനി ബാധിച്ച്, ശനിദോഷമാണ്. പിന്നെ ആ രീതിയിലേക്ക് അവർ ഭയന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം ശനിദോഷത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ശനിയടിക്കുക. ഒരു നാളികേരം ഉടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അപ്പോൾ ജ്യോതിഷന്മാർ ഭൂരിപക്ഷ പേരും നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ശനിയുടെ ചെറിയൊരു വ്യവഹാരം അത്ര മാത്രമേ ഉള്ളൂ, അത് ഇപ്പോഴത്തെ നിങ്ങളുടെ ദശ അനുസരിച്ച് വന്നിരിക്കുന്നതാണ്, അത് മാറിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു വിട്ടാൽ, എൻ്റെ അടുക്കൽ വന്ന ഒരാളെ പറഞ്ഞു വിട്ടാൽ അവനത് തൃപ്തിയാവില്ല. അടുത്ത ആളുടെ അടുത്തേക്ക് ചെല്ലും. എന്തെങ്കിലും ദോഷമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ തേടി പോകുന്ന ആളുകളാണ് ഈ ജ്യോത്സ്യന്മാരെ ചീത്തയാക്കുന്നത്. കൂടുതൽ ഭയപ്പെടുത്തുന്ന ആരാണോ അവരുടെ അടുത്തേക്കായിരിക്കും ആളുകൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. കാരണം അവർക്ക് നെഗറ്റിവിറ്റി അറിയണം. നെഗറ്റീവ് ഉണ്ടെന്ന് ഞാനങ്ങ് നിശ്ചയിച്ചു. അത് പറയുന്ന ഒരാളെ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് സംതൃപ്തിയാവുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യം. നമ്മൾ ഒരിക്കലും നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നില്ല? എൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. പക്ഷെ അപ്പോഴാണ് പോകേണ്ടത്. എനിക്കിപ്പോൾ എൻ്റെ സമയം, എനിക്ക് ധനം വരുന്നു, എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം വരുന്നു, മകൻ റാങ്ക് നേടി, അല്ലെങ്കിൽ മകളുടെ വിവാഹ കാര്യങ്ങൾ എടുത്തു, അപ്പോൾ കുറച്ച് സാമ്പത്തികം കിട്ടി, ഇനി എൻ്റെ സമയം മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്ന് എന്തുകൊണ്ട് നോക്കുന്നില്ല? വരാൻ പോകുന്ന വലിയ വിപത്തിൻ്റെ തുടക്കമാണെങ്കിലോ? അപ്പോൾ പലരും നോക്കേണ്ട സമയത്ത് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു നിശ്ചിത കാലത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് പോകേണ്ടത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജാതകം എഴുതുന്നതിന് നാൾ കുറിക്കുന്നതിന് ആദ്യം ഒന്ന് പോകണം, നാൾ കുറിച്ചൊന്ന് മേടിക്കും, അതിനുശേഷം ജാതകം എഴുതാൻ, ആ ജാതകം വായിച്ച് കേൾപ്പിക്കാൻ ജ്യോത്സ്യൻ വീട്ടിൽ വരണം. അതിനുശേഷം ആ കുട്ടി വിദ്യാഭ്യാസ കാലഘട്ടം, നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന സമയത്ത് തുടർന്ന് ഏത് നിലയിൽ പോയാൽ എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ജ്യോത്സ്യനെ കൊണ്ട് അതൊന്ന് പരിശോധിപ്പിക്കാം. രാശി വയ്ക്കാൻ പറയുന്നില്ല. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ വന്നാൽ ആ പെൺകുട്ടികൾക്ക് പ്രായമായി എന്ന് കണ്ടാൽ മാതാപിതാക്കൾക്ക് ഏത് വയസ്സിൽ ഇവളുടെ വിവാഹം നടക്കുമെന്ന് ചിന്തിക്കാൻ വേണ്ടി ജ്യോത്സ്യനെ സമീപിക്കാം. അവിടെ രാശി വെക്കേണ്ട ആവശ്യമില്ല, ജാതകം നോക്കിയാൽ മതി. രാശി വയ്ക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന രാശി അനുസരിച്ച് ആർക്കും പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്തെ രാശി പ്രശ്നമുണ്ടാവും. നമ്മൾ ചെന്ന് കയറുന്ന സമയം, നിൽക്കുന്ന നിമിത്തം, ഇരിക്കുന്ന ശാസ്ത്രം, ഇതെല്ലാം ദിക്കെല്ലാം നോക്കി അവരെന്ത് ചെയ്യും? വിധിക്കും. അതെല്ലാം ശരിയാവണമെന്നില്ല. കൃത്യമായി പറയുന്ന ജ്യോത്സ്യന്മാരുണ്ട്, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പലരും ജാതകം എടുത്ത് നോക്കും, വായിച്ച് അവരെ കേൾപ്പിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ ഇത് ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ കുട്ടിക്ക് ഇന്ന ദശയാണ്, ഇന്ന വ്യവഹാരമാണ്, അപ്പോൾ ഇന്ന ദശയും ഇന്ന വ്യവഹാരമായ ഇന്ന കാരകനായതുകൊണ്ട് ഇന്ന രീതിയിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു വിടും. പക്ഷേ പ്രശ്നം വെച്ച് രാശി വെച്ച് ആ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യൂ, ഈ ക്ഷേത്രത്തിൽ അത് ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞു വിടുന്ന ആളുകളെ കാണുമ്പോഴാണ് എല്ലാവർക്കും തൃപ്തിയാവുക. അതെ, ഈ സന്യാസിമാരാണെങ്കിൽ പോലും ഇപ്പോൾ ജ്യോതിഷന്മാർ തന്നെ ഇതിനെല്ലാം പല രീതിയിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. സന്യാസിമാർക്ക് അങ്ങനെ എന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുണ്ടോ? അതോ ഏറ്റവും നല്ലത് ജപവും ധ്യാനവും തന്നെയാണോ? ഞാൻ ജ്യോതിഷമൊക്കെ നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. അല്പസ്വല്പം കാര്യങ്ങൾ പഠിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നതാണ്. ക്ഷേത്രപൂജ ദേവസ്വം ബോർഡിൽ നമ്മൾ തൃക്കരങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ പട്ടാമ്പിക്ക് അടുത്തുള്ള തൃക്കരങ്ങാട് ക്ഷേത്രത്തിൽ പൂട്ടിക്കിടന്ന ക്ഷേത്രമാണ് തുറന്നത്. അവിടെ ആ ക്ഷേത്രത്തിൽ വരുമാനമുണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചിരുന്നതും ജ്യോതിഷമാണ്. അപ്പോൾ ജ്യോതിഷത്തിൽ ഒരു സന്യാസിയായി കഴിഞ്ഞാൽ സന്യാസിക്ക് ഗൃഹസ്ഥർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഗൃഹസ്ഥരായിട്ടുള്ള ആളുകൾ രാശി വെച്ച് കൊടുക്കുന്ന അതിൽ നിന്ന്
മാറിയിട്ട് വ്യത്യസ്തമായിട്ട് ഇപ്പോഴും എൻ്റെ അടുക്കൽ ആളുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നാമപാരായണങ്ങൾ വീട്ടിൽ ആരംഭിക്കുക. രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് നാമജപങ്ങൾ നടത്തുക. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്ന, അതല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്ന, രാമായണം വായിക്കുന്ന ആചാര്യന്മാരെ കൊണ്ട് അത് വായിപ്പിക്കുക. എന്നിട്ട് അവർക്കൊരു വസ്ത്രവും ദക്ഷിണയും കൊടുക്കുക. 5 തിരിയിട്ട നെയ്വിളക്ക് വീട്ടിൽ കത്തിച്ചാൽ തീരാത്ത ഒരു ദോഷവും എൻ്റെ അറിവിൽ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ ഇല്ല. കാരണം അതിലൊരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുമോ? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നാമം ജപിക്കണം. വിളക്ക് കത്തിച്ചാൽ മാത്രം പോരാ, എല്ലാവരും കൂടിയിരുന്ന് ആ വിളക്കിന് മുമ്പിലിരുന്ന് നാമം ജപിച്ചാൽ ആ വിളക്കിലെ ചൂട്, നെയ്യുടെ പവറ്, തിരി, ആ കാറ്റ് ഇതടിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾക്കും പരിഹാരമായി തീരും. അവരുടെ പ്രശ്നങ്ങൾ തീരും. മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് വേണം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയെടുത്ത് ഉപാസനയോടെ ആ മന്ത്രം ജപിച്ച് ആ വീട്ടിലുള്ളവർ മുഴുവനും കൈകോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ സനാതന സംസ്കാരത്തിൽ ഒരു പ്രശ്നവും ആർക്കും ഉണ്ടാകില്ല.